എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവ ഫോളോ ചെയ്യുക. കണക്കിലാണ് ലോകത്തിന്റെ സ്പന്ദനം എന്ന് പറഞ്ഞ ചാക്കോ മാഷിന് പോലും അറിയാമോ എന്നറിയാത്തൊരു കാര്യമാണ് ആരാണ് ആദ്യം എണ്ണി തുടങ്ങിയത് എന്നുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരമായി ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ആവുകയില്ല. കാരണം എണ്ണൽ മനുഷ്യരാശിയുടെ പരിണാമത്തോടൊപ്പം രൂപപ്പെട്ട ഒരു അടിസ്ഥാന കഴിവാണ്. ചുരുക്കത്തിൽ ആദിമ മനുഷ്യർ വേട്ടയാടിയ മൃഗങ്ങളുടെ എണ്ണം, ദിവസങ്ങൾ തുടങ്ങിയവ കണക്കാക്കാൻ എണ്ണൽ ആരംഭിച്ചിരിക്കാം. ആദ്യം വിരലുകൾ ഉപയോഗിച്ചാണ് എണ്ണിയത് എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം പല സംഖ്യാവ്യവസ്ഥകളും 10 അടിസ്ഥാനമാക്കി വികസിച്ചത്. പിന്നീട് കല്ലുകൾ, മരത്തണ്ടുകൾ, അസ്ഥികളിലെ വരകൾ തുടങ്ങിയവ ഉപയോഗിച്ച് എണ്ണം രേഖപ്പെടുത്തി തുടങ്ങി. മനുഷ്യൻ എണ്ണാൻ തുടങ്ങിയതിന്റെ ഏറ്റവും പഴയ തെളിവുകളിൽ ഒന്നായി ഏകദേശം 20,000 വർഷത്തോളം പഴക്കമുള്ള ഇഷാങ്കോ അസ്ഥിയിലെ വരകൾ കണക്കാക്കപ്പെടുന്നു. ഇനി എന്താണ് ഈ ഇഷാങ്കോ അസ്ഥി? ഇതൊരു ബബൂൺ കുരങ്ങന്റെ കാലിലെ അസ്ഥിയാണ്. ഇതിൽ 3 വരികളിലായി പ്രത്യേക തരത്തിൽ വരകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് വെറുമൊരു അടയാളപ്പെടുത്തൽ മാത്രമല്ല, സങ്കീർണമായ എണ്ണൽ രീതി ആയിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. തുടർന്ന് സുമേറിയൻ, പുരാതന ഈജിപ്ഷ്യൻ, സിന്ധു നദീതട നാഗരികതകൾ തുടങ്ങിയ പുരാതന സംസ്കാരങ്ങൾ തനതായ സംഖ്യാസമ്പ്രദായങ്ങൾ വികസിപ്പിച്ചെടുത്തു. ചുരുക്കത്തിൽ എണ്ണൽ എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കണ്ടുപിടുത്തമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ കൂട്ടായ വികാസത്തിന്റെ ഫലമാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒരു തംസപ്പ് എങ്കിലും കമന്റായി ചെയ്യുക. കൂടാതെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.